ഇനി റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. CPIM നിയന്ത്രണത്തിലുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പിന്റെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. ബാങ്ക് മുൻ സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ നായർ, AR രാജേന്ദ്രകുമാർ എന്നിവരുടെ ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും പേരിലും കോടികളുടെ വായ്പകളാണ് ഈടൊന്നുമില്ലാതെ നൽകിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. 4% പലിശയ്ക്ക് കർഷകർക്ക് കൊടുക്കേണ്ട കാർഷിക വായ്പ എടുത്ത് അതേ ബാങ്കിൽ 9.5% പലിശയ്ക്ക് സ്ഥിര നിക്ഷേപം നടത്തിയതായും കാർഷിക വായ്പ തിരിച്ചടച്ചില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, തട്ടിപ്പുകളുടെ ഒരു പെരുമഴയാണല്ലോ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഉറപ്പായും വിനീത, 50 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് CPIM നിയന്ത്രണത്തിലുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത്. നേമം സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് വലിയ തോതിലുള്ള അട്ടിമറികൾ ആ ബാങ്കിൽ സംഭവിച്ചത്. പിന്നീട് നിക്ഷേപകർക്ക് പണം കൊടുക്കാനില്ലാത്ത വിധം ആ ബാങ്ക് തകർന്നടിയുകയായിരുന്നു. ഈ രണ്ട് സെക്രട്ടറിമാരുടെ, നേരത്തെ പേര് പറഞ്ഞ 2 സെക്രട്ടറിമാരുടെയും ഭാര്യ, ബന്ധുക്കൾ എന്നിവരുടെ പേരിലാണ് വ്യാപകമായി വ്യാജ വായ്പകൾ എടുത്തിരിക്കുന്നത്. ആ വായ്പകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം വിനീത, ആ വായ്പ ഇനിയിപ്പോൾ തിരിച്ച് ഈടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഈട് അവിടെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊരാൾ 25 ലക്ഷം രൂപ വായ്പയെടുത്ത് ആ വായ്പയുടെ 1 രൂപ പോലും തിരിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ ഈട് വെച്ച പ്രമാണം അപ്പടി എടുത്തു കൊണ്ടുപോകാനും അതിൽ ബാധ്യതയില്ല എന്ന് എഴുതി കൊടുക്കാനും ഈ ബാങ്ക് ഭരണസമിതി തയ്യാറായി എന്ന് മാത്രമാണ്. വായ്പകളിലും ഇത്തരം കാര്യങ്ങളിലും ചിട്ടികളിലും മാത്രമല്ല തട്ടിപ്പുണ്ടായത്. പ്രധാനപ്പെട്ട തട്ടിപ്പ് മറ്റൊന്നുണ്ട്. അതായത് 10 ലക്ഷം രൂപ കാർഷിക വായ്പയെടുത്തു, 4% പലിശയ്ക്ക്. പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കേണ്ട വായ്പയാണ്. അങ്ങനെ 4% പലിശക്കെടുത്ത കാർഷിക വായ്പ അതേ ബാങ്കിൽ തന്നെ 9.5% പലിശ കിട്ടുന്ന രീതിയിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും രണ്ടും വായ്പകളല്ല, നിരവധി വായ്പകളാണ്. ഇങ്ങനെ കോടികളുടെ വെട്ടിപ്പാണ് ഈ ഇടക്കാല റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. സഹകരണ വകുപ്പിന്റെ 65 എൻക്വയറി റിപ്പോർട്ടിന്റെ ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. 2 പേരാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്ന അഭിപ്രായമാണ് നിക്ഷേപകർക്കുള്ളത്. ഒപ്പം നിക്ഷേപ തുക എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ചില്ലറയല്ല, 50-ലേറെ കോടി രൂപയുടെ വെട്ടിപ്പാണ് അവിടെ ആകെ കണ്ടെത്തിയിരിക്കുന്നത് വിനീത. ശരി, എന്തായാലും ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ഈ വായ്പ എടുത്ത പൈസയൊക്കെ ഇനി എവിടുന്ന് തിരിച്ചടയ്ക്കും എന്നത് പോലും അറിയാത്ത സാഹചര്യമാണ്.